എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കപ്പ കൊണ്ടുണ്ടാക്കുന്ന പപ്പടത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 കിലോ കപ്പ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതായി മുറിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് മുറിച്ചെടുത്താൽ മതി. ഇതിലേക്കൊരു 6 or 7 ചുവന്നമുളക് ഇടാം. ഞെട്ട് കളഞ്ഞിട്ട് കൊടുക്കാം. പപ്പടത്തിന് ആവശ്യമുള്ള ഉപ്പിടാം. നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി വെച്ചിട്ടാണ് അരച്ചത്. ഇനി ഏത് പാത്രത്തിലാണോ വാട്ടിയെടുക്കാൻ പോകുന്നത് അതിലേക്ക് ഒഴിക്കാം. കുക്കറിലോ അങ്ങനെ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കാം. കപ്പരച്ച് ഏകദേശം ഈ അളവിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡബിളായി നമുക്ക് വെള്ളം ഒഴിക്കണം. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതൊരു പാത്രമായി. ഇനി ഒന്നുകൂടി ഇതുപോലെ ഒഴിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കായും ജീരകവും എള്ളും എല്ലാം ഇടാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടാം. 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോ ജീരകം ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് കുറുക്കിയെടുക്കാം. തുടരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തുടരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കട്ടിയിൽ പിടിക്കും. കുറേശ്ശെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. നന്നായി വെന്ത് ട്രാൻസ്പാരൻ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. ട്രാൻസ്പാരൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒഴിക്കുമ്പോൾ കണ്ണാടി പരുവത്തിൽ വരണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നനഞ്ഞ തുണിയിലേക്ക് പപ്പടം പോലെ പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. നല്ല വെയിലുള്ള സമയത്ത് തന്നെ ഈ പപ്പടം ഉണ്ടാക്കിയെടുക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് നന്നായി ഡ്രൈ ആകും. നല്ല വെയിലുണ്ടെങ്കിൽ 4-5 ദിവസം മതി ഇത് ഉണക്കിയെടുക്കാൻ. കപ്പ കൊണ്ടുള്ള പപ്പടമെല്ലാം നന്നായി ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. തുണിയിൽ പരത്തിയത് കൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം തുണിയുടെ ബാക്കിലാണ് നനച്ചു കൊടുക്കേണ്ടത്. ചെറുതായി നനച്ചു കൊടുത്താൽ ഇതുപോലെ വിട്ട് കിട്ടും. പിന്നെ നമ്മൾ നന്നായി ഡ്രൈ ചെയ്തെടുക്കണം.
തുണിയിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി തന്നെ എടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്ത് നോക്കാം. നന്നായി ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് വേണം വറുത്തെടുക്കാൻ. തിരിച്ചിടാം. ഇതുപോലെ ആകുമ്പോൾ എടുക്കാം. ഹൈ ഫ്ലെയിമിലാക്കുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. എണ്ണ നന്നായി ഡ്രെയിൻ ചെയ്തെടുക്കാം. പപ്പടം നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ നല്ല രുചിയാണ്. അതുപോലെ തന്നെ 4 മണി ചാക്കിയപ്പോൾ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.